എൻ്റെ പൊന്നാളിയാ ഒരു രക്ഷയില്ല അമ്മാരി പടം എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഡയറക്ഷൻ അതേമാതിരി അത്രയും നല്ല സ്റ്റോറി അതിൽ അഭിനേതാക്കളെ കാസ്റ്റിങ്ങൊക്കെ ഒരു രക്ഷയില്ല. ഇപ്പോൾ സായികുമാറിൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് പരിചയമുള്ള മാതിരിയാണ്, അത്രയും ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണെന്ന് അറിയാം. പടം തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ നമുക്ക് കോമഡിക്ക് പ്രാധാന്യം കഴിഞ്ഞിട്ടുള്ളൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, പിന്നെ അത്യാവശ്യം ചെറുതായിട്ട് ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു പടം. അത്രയും നല്ല മൂവി, നൈസ് മൂവി കേട്ടോ. ഷർഫുദ്ദീഖാൻ്റെ കാര്യം പറയണ്ട, അത്രയും നല്ല മൂവി. ഇപ്പോൾ മറ്റേ പ്രതിച്ഛായ എന്ന് പറഞ്ഞിടത്തിൽ ഞാനതിൽ ചെറിയ സീന് അഭിനയിച്ചാണ്, ഞങ്ങൾ രണ്ടാം പടം. പക്ഷേ ഓരോ പടം ചെയ്യുന്തോറും മൂപ്പരിങ്ങനെ പക്ക അടിപൊളിയായിട്ട് വരികയാണ്. ഇതൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാരി പെർഫോമൻസാണ്. ആ പെറ്റ് ഡിറ്റക്റ്റീവിനെ ഒക്കെ ആസ്വദിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല അസല് പെർഫോമൻസായിട്ട് സൂപ്പറായിട്ട് വരുന്നുണ്ട് മൂപ്പര്, നന്നായിട്ടുണ്ട്. മധുവിധു നല്ലൊരു ചിത്രം, നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് തന്നെ പറയാം. കാരണം കുറേ നാൾ മലയാള സിനിമയിൽ ഗാനങ്ങൾ കുറച്ച് വിരളമായിരുന്നു, നല്ല ഗാനങ്ങളുണ്ട്. എൻ്റെയൊക്കെ ഏകദേശം ഒരു 5-6 പാട്ടുകളുണ്ട്. പിന്നെ ഇതിൽ പറയാവുന്ന പറഞ്ഞാൽ അസീസ്ക, പിന്നെ ജഗദീഷ് ചേട്ടനും ഷറഫുദ്ദീനും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം, എല്ലാ കഥാപാത്രവും നല്ല കാസ്റ്റിങ്, നല്ല രസമുള്ളൊരു സിനിമയാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് നമ്മ ഒരു ഫാമിലി ചിത്രം ഇതേപോലത്തെ ഒരു ഒരെണ്ണം കണ്ടിട്ട്, അതായത് നല്ലൊരു കുടുംബ ചിത്രം. ഒരു സെക്കൻഡ് പാർട്ടി കൊണ്ടുവന്ന് വിനീത് ശ്രീനിവാസനെ നിർത്തി ഇത് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഫാമിലി ആയിട്ട് വന്ന് ഈ വെക്കേഷനിൽ കാണാൻ പറ്റിയ നല്ലൊരു അതെ. വിദ്യ പണിക്കര് നമ്മുടെ സൈമാർ നന്നായിട്ടുണ്ട്. കാരണം കല്യാണിയുടെ ആദ്യത്തെ പടമാണെങ്കിലും നല്ല പെർഫോമൻസ് അടിപൊളി. കാരണം അതിൽ എന്താ പറയണത്, എല്ലാ കോമഡി ആയിട്ടാണെങ്കിലും എന്താണെങ്കിലും ചിരിക്കുന്നതാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ പെർഫെക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ ചിത്രമൊന്നും നമുക്ക് കണ്ടാൽ തോന്നൂല, കാരണം അത്രയ്ക്ക് നല്ല. പിന്നെ ഷറഫുദ്ദീനായിട്ടുള്ള നല്ലൊരു ഫാമിലി മൂവി, ഫീൽ ഗുഡ് മൂവി. ഞങ്ങൾ കുറേ ചിരിച്ചു. എല്ലാവരും കാണണം, ഫാമിലി മൂവിയാണ്. ഇനി അച്ഛൻ അമ്മയായിട്ടൊക്കെ കാണണം. എല്ലാവരും നന്നായി അഭിനയിച്ചു, എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ ലൈക്ക് ആരാണ് നല്ലത് ആരാണ് ലൈക്ക് ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഫൺ മൂവിയാണ് അല്ലേ? ഞങ്ങൾ എല്ലാവരും ചിരിച്ചു. ലൈക്ക് തിയേറ്ററിനകത്ത് നിങ്ങളും ഉണ്ടായിരുന്നില്ലേ? സോ കാണാമല്ലോ നമുക്ക് എങ്ങനെയായിരുന്നു റെസ്പോൺസ് എന്നുള്ളത്. ഓരോ ആൾക്കാർ വരുമ്പോഴും എല്ലാവർക്കും ലൈക്ക് ഇറ്റ് വാസ് റിയലി നൈസ്. നല്ല എക്സലൻറ്റ് സ്ക്രിപ്റ്റ്, അധികമൊന്നും കൂടുതലുമില്ല കുറവില്ല, നല്ല കോമഡി മിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ചിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടോ? അത്യാവശ്യം നല്ല ചിരിക്കാനുണ്ട്. കുറച്ച് നല്ലൊരു ഫാമിലി ഡ്രാമയും കൂടിയാണ്. എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് മൂവി എന്ന് പറയാം കേട്ടോ. നല്ല വളരെ നല്ലൊരു പിക്ചർ കേട്ടോ, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടം എന്ന് പറയാൻ യാതൊരു ആവശ്യമില്ല. ഈ അടുത്തിടെ ഇത്രയും നല്ലൊരു പടം ഞാൻ കണ്ടിട്ടില്ല, വളരെ ഗംഭീരം. താങ്ക് യു.